നമസ്കാരം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് അമേരിക്കയും പാകിസ്ഥാനും കടന്നു പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ വലിയൊരു റെഡ് ഫ്ലാഗ് അഥവാ സുരക്ഷാ ഭീഷണിയാണെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പാകിസ്ഥാൻ ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്ന സാഹചര്യത്തിൽ സൈനിക മേധാവിയുടെ ഇറാനുമായുള്ള ദീർഘകാല ബന്ധങ്ങൾ അമേരിക്കൻ താൽപ്പര്യങ്ങളെ അട്ടിമറിക്കുമോ എന്ന ആശങ്കയാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഉയർത്തുന്നത്. ഒരു വശത്ത് പ്രസിഡന്റ് ട്രംപ് അസിം മുനീറിനെ തന്റെ പ്രിയപ്പെട്ട സൈനിക മേധാവിയായി വിശേഷിപ്പിക്കുമ്പോഴും മറുവശത്ത് അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങൾ അയാളെ അങ്ങേയറ്റം സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇത് പാകിസ്ഥാൻ അമേരിക്ക ബന്ധങ്ങളിലെ സങ്കീർണതകളെയാണ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഇറാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായുള്ള അഗാധമായ ബന്ധമാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന ഘടകം. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കൊല്ലപ്പെട്ട കമാൻഡർ ഖാസിം സുലൈമാനി, നിലവിലെ കമാൻഡർ ഹൊസൈൻ സലാമി എന്നിവരുമായി അസിം മുനീറിന് വ്യക്തിപരമായ സൗഹൃദങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകൾ വാഷിംഗ്ടണിൽ വലിയ അസ്വസ്ഥതകളാണ് സൃഷ്ടിക്കുന്നത്. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇറാനിയൻ സൈനിക നേതൃത്വവുമായി ഇത്രയധികം അടുപ്പമുള്ള ഒരാൾ മധ്യസ്ഥനായി നിൽക്കുന്നത് അമേരിക്കൻ സുരക്ഷയെ അപകടത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രസിഡന്റ് ട്രംപ് അസിം മുനീറിനെ പ്രശംസിക്കുകയും സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കാൻ അയാളെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഇതിനെ ഒരു സുരക്ഷാ വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. അമേരിക്കയുടെ ഈ ആശങ്കകൾക്ക് ചരിത്രപരമായ ചില അടിത്തറകളുമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധകാലത്ത് അമേരിക്കയിൽ നിന്ന് സഹായം കൈപ്പറ്റിക്കൊണ്ട് തന്നെ താലിബാൻ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകിയിരുന്നു. ഈ വസ്തുത പെർഫിഡിയസ് അലൈ അഥവാ ചതിക്കുന്ന സഖ്യകക്ഷി എന്ന പേര് പാകിസ്ഥാന് ചാർത്തിക്കൊടുക്കുകയും ചെയ്തു. ബിൽ റോഗിയോ പോലെയുള്ള പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ പാകിസ്ഥാൻ ചരിത്രപരമായി വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പങ്കാളിയാണ്. അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ പാകിസ്ഥാൻ കളിച്ച ഇരട്ടത്താപ്പ് ഇപ്പോൾ ഇറാൻ വിഷയത്തിലും ആവർത്തിക്കപ്പെടുമോ എന്നതാണ് അമേരിക്കൻ നയതന്ത്ര വിദഗ്ധരുടെ പ്രധാന ഭയം. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായുള്ള മുനീറിന്റെ ബന്ധം വെറുമൊരു ഔദ്യോഗിക ബന്ധമല്ല എന്നും അത് പാകിസ്ഥാന്റെ വിദേശ നയത്തെ ഇറാന് അനുകൂലമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അസിം മുനീറിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സൈന്യം കൈവരിക്കുന്ന മേധാവിത്വവും ശ്രദ്ധേയമാണ്. 2022 അധികാരമേറ്റെടുത്തതിനു ശേഷം പാകിസ്ഥാൻ ജനാധിപത്യ സംവിധാനങ്ങളിൽ സൈന്യം കൂടുതൽ പിടിമുറുക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പാർശ്വവൽക്കരിച്ചും രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 2024 നവംബറിൽ നടന്ന മാർഗല്ല സംവാദത്തിൽ അസിം മുനീർ നടത്തിയ പരാമർശങ്ങൾ പാകിസ്ഥാനിലെ ജനാധിപത്യ മൂല്യങ്ങൾക്കപ്പുറം സൈനിക ആസ്ഥാനത്തിന്റെ അധികാര കേന്ദ്രീകരണത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടണം എന്ന അയാളുടെ നിലപാട് പാകിസ്ഥാന്റെ വിദേശ നയം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ല മറിച്ച് സൈന്യമാണ് തീരുമാനിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പ്രധാനികളാണെന്ന് പാകിസ്ഥാൻ സ്വയം അവകാശപ്പെടുമ്പോഴും ജാരഡ് കൃഷ്ണർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുൾപ്പെടെയുള്ള അമേരിക്കൻ സംഘവും ഇറാനിയൻ ഭരണകൂടവും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നത് മുനീറാണ്. എന്നാൽ ഇറാൻ ആണവ കരാറുകളിൽ ഉറച്ചു നിൽക്കാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഈ മധ്യസ്ഥ നീക്കങ്ങളുടെ ദൗർബല്യമാണ് വ്യക്തമാക്കുന്നത്. ട്രംപിനെ മുനീറിലേക്ക് അടുപ്പിച്ച സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അമേരിക്കൻ താൽപ്പര്യങ്ങളും ഇറാനുമായുള്ള പാകിസ്ഥാന്റെ ഗൂഢബന്ധങ്ങളും തമ്മിലുള്ള ഈ പൊരുത്തക്കേട് വരും കാലങ്ങളിൽ വലിയ നയതന്ത്ര പ്രതിസന്ധികൾക്ക് കാരണമാകും. ചുരുക്കത്തിൽ ട്രംപിന്റെ പ്രീതിയും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആശങ്കയും ഒരേ സമയം പേറുന്ന അസിം മുനീർ പാകിസ്ഥാന്റെ തന്ത്രപരമായ നീക്കങ്ങളെ അന്താരാഷ്ട്ര വേദിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് വരും മാസങ്ങളിൽ വ്യക്തമാകും. അമേരിക്കൻ പ്രസിഡന്റിന് ഭീഷണി എന്ന റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ CIA അസിം മുനീറിനെ വധിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യവും ഇപ്പോൾ പ്രസക്തമാവുകയാണ്. ചരിത്രപരമായ സാഹചര്യങ്ങളും നയതന്ത്രവും പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ പോലെയുള്ള ഒരു ആണവ ശക്തിയായ രാജ്യത്തിന്റെ സൈനിക മേധാവിയെ വധിക്കുക എന്നത് അത്യന്തം അപകടകരമായ ഒരു തീരുമാനമായിരിക്കും. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി അത് വിലയിരുത്തപ്പെടുക ചെയ്യും. പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള ആഭ്യന്തര കലാപങ്ങൾക്കും ദക്ഷിണേഷ്യയിലെ അസ്ഥിരതയ്ക്കും ഒരുപക്ഷെ അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾക്കും അത് വഴിതെളിച്ചേക്കാം. അമേരിക്ക എപ്പോഴും ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനിൽ ഒരു തരത്തിലുള്ള സ്ഥിരത നിലനിർത്താനാണ്. കാരണം അവിടുത്തെ അസ്ഥിരത ഭീകരവാദികളുടെ വളർച്ചയ്ക്കും ആണവായുധങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ ഒരു സൈനിക മേധാവിയെ വധിക്കുന്നത് അമേരിക്കയുടെ തന്നെ ദീർഘകാല താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി തീരും. കൂടാതെ ആധുനിക കാലത്തെ CIA പ്രവർത്തന ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഭൗതികമായ ഉന്മൂലനത്തെക്കാൾ ഉപരിയായി സ്വാധീനം ചെലുത്തുക, നിരീക്ഷിക്കുക,
സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ചെലുത്തുക, നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലുകൾ നടത്തുക തുടങ്ങിയവയാണ് പ്രധാന ആയുധങ്ങൾ. ഒരു വിദേശ രാജ്യത്തെ ഉന്നത സൈനിക നേതാവിനെ വധിക്കുവാൻ തീരുമാനിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധവുമാണ്. അത്തരം നടപടികൾ അമേരിക്കയെ ഒരു ആഗോള ഭീകര ശക്തിയായി ചിത്രീകരിക്കുവാൻ ലോകരാജ്യങ്ങൾക്ക് അവസരം നൽകും. അതുകൊണ്ട് തന്നെ ഇത്തരം അത്യന്തം സാഹസികമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അമേരിക്കൻ ഭരണകൂടം വലിയ താല്പര്യം കാണിക്കാൻ സാധ്യത ഇല്ല. പാകിസ്ഥാന്റെ അധികാരഘടനയിൽ സൈനിക മേധാവി അഥവാ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്നത് കേവലം ഒരു ഉദ്യോഗസ്ഥനല്ല, മറിച്ച് ആ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന ഏറ്റവും ശക്തമായ അധികാര കേന്ദ്രമാണ്. ഒരു സൈനിക മേധാവി അപ്രതീക്ഷിതമായി ഇല്ലാതാക്കുക എന്നത് പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേവലം വ്യക്തിപരമായ നഷ്ടമായിരിക്കില്ല, മറിച്ച് രാജ്യത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ ഭരണഘടനാപരമായ ശൂന്യതയായിരിക്കും. അസിം മുനീറിനെ പോലെയുള്ള ഒരു സൈനിക മേധാവി വധിക്കപ്പെട്ടാൽ അത് പാകിസ്ഥാനെ ഒരു വലിയ അസ്ഥിരതയിലേക്ക് തള്ളിവിടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സംഭവ വികാസം രാജ്യത്തിനകത്തും പുറത്തും ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങൾ വളരെ വലുതും ഭയാനകവുമായിരിക്കും. ആദ്യമായി സംഭവിക്കുക പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിലെ ആഭ്യന്തര അധികാര മത്സരമായിരിക്കും. പാകിസ്ഥാൻ സൈന്യത്തിൽ വളരെ കർക്കശമായ അധികാര ശ്രേണിയാണ് ഉള്ളത് എങ്കിലും തലവൻ്റെ പെട്ടെന്നുള്ള വിയോഗം ഉയർന്ന റാങ്കിലുള്ള ജനറൽമാർക്കിടയിൽ ഒരു പുതിയ നേതൃത്വത്തിന് വേണ്ടിയുള്ള കടുത്ത പോരാട്ടത്തിന് വഴിവെക്കും. ആര് അടുത്ത മേധാവിയാകും എന്നതിനെ ചൊല്ലി സൈന്യത്തിനുള്ളിൽ തന്നെ ഗ്രൂപ്പിസവും ചേരിതിരിവും ഉണ്ടാകാം. ഇത് സൈന്യത്തിൻ്റെ പ്രവർത്തനക്ഷമതയെയും ഐക്യത്തെയും സാരമായി ബാധിക്കും. സൈന്യത്തിനുള്ളിൽ ഇത്തരം ആഭ്യന്തര കലഹങ്ങൾ നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികളിലും ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളിലും വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി പാകിസ്ഥാന്റെ ജനാധിപത്യ സിവിലിയൻ ഭരണകൂടത്തിന് സംഭവിക്കുന്ന തകർച്ചയാണ്. പാകിസ്ഥാനിൽ സിവിലിയൻ സർക്കാരുകൾ സൈന്യത്തിൻ്റെ നിഴലിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു ശക്തനായ സൈനിക മേധാവിയുടെ അഭാവത്തിൽ സിവിലിയൻ സർക്കാരുകൾക്ക് നിയന്ത്രണം നിലനിർത്താൻ കഴിയാതെ വരികയും രാജ്യം വലിയ തോതിലുള്ള അരാജകത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ മൂർച്ഛിക്കുകയും രാഷ്ട്രീയമായ അസ്ഥിരത രാജ്യം ഭരിക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇതിനൊരു പരിഹാരമായി പലപ്പോഴും സൈന്യം അടിയന്തരാവസ്ഥയോ അല്ലെങ്കിൽ പട്ടാള നിയമമോ പ്രഖ്യാപിക്കുവാൻ നിർബന്ധിതരായേക്കാം. അത് ജനാധിപത്യത്തെ വീണ്ടും ദശാബ്ദങ്ങൾ പുറകോട്ട് അടിക്കും. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ വലിയൊരു ഒറ്റപ്പെടലിലായിരിക്കും നീങ്ങുക. പ്രത്യേകിച്ച് ഇറാനുമായുള്ള ബന്ധം തകരും. നിലവിൽ അസിം മുനീറിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകൾ അട്ടിമറിക്കപ്പെടുകയും ഇറാനുമായുള്ള അതിർത്തിയിൽ പുതിയ സംഘർഷങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. കൂടാതെ പാകിസ്ഥാന്റെ ആണവായുധങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾ വരും. ആര് നിയന്ത്രിക്കുന്നു എന്ന് വ്യക്തമല്ലാത്ത ഒരു ആണവശേഖരം ലോകത്തിന് മുന്നിൽ വലിയൊരു സുരക്ഷാ ഭീഷണിയായി മാറും. അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ സാധ്യതയുണ്ട്. ചൈനയ്ക്ക് തങ്ങളുടെ നിക്ഷേപങ്ങളുടെ സുരക്ഷയെ കരുതി സൈന്യവുമായി കൂടുതൽ അടുക്കേണ്ടി വരും. അതേസമയം അമേരിക്ക ആണവ സുരക്ഷ ഉറപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തും. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇമ്രാൻഖാനെ പോലെയുള്ള നേതാക്കളുടെ പിന്തുണക്കാരുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ സൈന്യത്തിനെതിരെയുള്ള കലാപങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി ഇതിനകം തന്നെ അതീവ ഗുരുതരമായ സാഹചര്യത്തിലായതിനാൽ ഇത്തരമൊരു അട്ടിമറി സംഭവിച്ചാൽ അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പൂർണ്ണമായ തകർച്ചയ്ക്ക് കാരണമാകും. നിക്ഷേപകർ രാജ്യം വിട്ടു പോവുകയും നാണയപ്പെരുപ്പം നിയന്ത്രണാതീതമാകുകയും ഭക്ഷ്യക്ഷാമം പോലെയുള്ള അടിസ്ഥാനപരമായ പ്രതിസന്ധികൾ രൂക്ഷമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ അസിം മുനീറിൻ്റെ വിയോഗം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ നഷ്ടമായിരിക്കില്ല, മറിച്ച് ആ രാജ്യത്തെ പാടെ തകർക്കാൻ പോകുന്ന ഒരു വലിയ വിസ്ഫോടനമായിരിക്കും. ഒരു സൈനിക ഭരണകൂടത്തിൻ്റെ അടിത്തറ ഇളകുന്നത് ആ രാജ്യത്തെ കടുത്ത അനിശ്ചിതത്വത്തിലേക്കും നീണ്ടകാലത്തെ ഇരുളിലേക്കും കൊണ്ടുപോകുമെന്നതാണ് ചരിത്രം നൽകുന്ന പാഠം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.